തലസ്ഥാനത്തേക്ക് ആദ്യം പോകണം. തലസ്ഥാനത്ത് റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റഹീസ്. ഗുഡ് മോർണിംഗ്. പിന്നിലായി ഒരുപാട് പൂക്കളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ കളറായിട്ടൊരു ഫ്രെയിം കണ്ടിട്ട് നമ്മൾ ആശാവർക്കർമാരുടെ സമരമായതുകൊണ്ട് അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുമല്ലോ മിക്ക ദിവസവും. പക്ഷെ ഇപ്പൊ ഇന്ന് കളറായിട്ടുണ്ട് മൊത്തത്തിൽ. രാവിലെ തന്നെ കച്ചവടമൊക്കെ പൊടി പൊടിക്കുകയാണോ? അതെ, രാവിലെ നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പൂക്കളൊക്കെ നിരത്തി കച്ചവടം നല്ല ഗംഭീരമാക്കി തുടങ്ങാനുള്ള ഐശ്വര്യമായിട്ട്. കൈനീട്ടം കഴിഞ്ഞോ? എൻ്റെ കൈനീട്ടം കഴിഞ്ഞോ? ഇതിനു മുമ്പ് ആള് വന്നു. എന്താ ഇന്ന് ഫസ്റ്റ് എന്താ പറ്റിയത്? ഫസ്റ്റ് തുളസി പോസി തെറ്റി റോസ് എല്ലാം പോச்சு. എങ്ങനെയുണ്ട് പിന്നെ വിലയൊക്കെ? വിലക്ക് എല്ലാവരും കടയിൽ ഇരുന്ന മാതിരിയാ വില. അല്ല, അതല്ല, ഇപ്പം മൊത്തത്തിൽ വില കൂടി നിൽക്കുന്ന സമയമാണോ കുറഞ്ഞില്ല? പിന്നെ കുറഞ്ഞ്. മുല്ലപ്പൂവൊക്കെ എത്രയാ മുഴം? മുള എവളൊക്കെ എവിടുന്നാ നിങ്ങൾ സാധനം എടുക്കുന്നത്? എവിടുന്നാ സാധനം? തോവാളന്ന് നേരിട്ട് വരികയാണ്. നേരിട്ട് വരും ആണല്ലേ. ചേച്ചി, എന്താ രാവിലെ ഇനി കെട്ടണമായിരിക്കും? ഇന്നില്ല, ഇനി മേലെ 10 മണിക്ക് വരുള്ളൂ. കെട്ടുകാർ വേറെ ഉണ്ട്. ഇനി ഞങ്ങൾ ഇതെല്ലാം വിൽക്കണ ഫ്രണ്ടിൽ നിന്ന് എല്ലാം കൊടുക്കണത്. നല്ല സ്മെല്ലാണ്. രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി. പിന്നെ സൂപ്പറായി. ഇതിപ്പോൾ രാവിലെ വരുമോ? രാവിലെ അല്ല, ഒരു 10 മണിയാകുമ്പോഴേ വരുള്ളൂ. പൂക്കളെല്ലാം തോവാളെ നമ്മൾ നേരിട്ട് എടുക്കുകയാണോ അതോ ഇടനില? നേരിട്ട് എടുക്കണം. നേരിട്ട് ഇത് കൃഷി ചെയ്യുന്നിടത്തുനിന്ന് എടുക്കുകയാണോ അതോ മാർക്കറ്റിൽ നിന്ന്? മാർക്കറ്റിൽ നിന്ന്. തോവാള മാർക്കറ്റ് ഭയങ്കര രസമാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണ സീസണിൽ പോയിരുന്നു. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനേക്കാൾ രസം ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. ഗംഭീരമാണ്. എന്നിട്ട് സൈക്കിളിൽ ഓരോ ആളുകൾ ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷ്വലുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഈ പൂക്കൾ അതിങ്ങനെ രാവിലെ കാണുമ്പോൾ തന്നെ സുന്ദരമായിരിക്കും. പക്ഷെ അത്ര സുന്ദരമല്ലാത്ത, സുഖകരമല്ലാത്ത ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരണം. ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് പ്രധാനപ്പെട്ടതാണ്. നമ്മളും അത് തുടരുകയാണ്. അപ്പോൾ പരിശോധനകൾ സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ ഇന്നലെ മാത്രം 234 പേരെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? റോഷിനി, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്കൊപ്പം അല്ലെങ്കിൽ നമ്മളൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ പോലീസ്, എക്സൈസ്, ഒപ്പം സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ എല്ലാം സജീവമായി രംഗത്തുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ക്രൈം ADGP മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു സംഘം തന്നെ ലഹരിയെ അമർച്ച ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളിലാണ് ഉള്ളത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിട്ടിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം 222 കേസുകളിലായി 239 ആളുകളെയോ മറ്റോ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2212 പേരെ ഇന്നലെ സംശയ സാഹചര്യത്തിൽ പോലീസ് പരിശോധിച്ചു. അതായത് ഏതെങ്കിലും തരത്തിൽ ലഹരി കടത്തുകയാണെങ്കിൽ, കടത്തുന്ന ആളാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണ് എന്ന് തോന്നിയാൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പോലീസ് 2000-ലധികം ആളുകളെ പരിശോധിച്ചതിന് ശേഷമാണ് 232 പേരെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമായിരിക്കും, അല്ലെങ്കിൽ ഒരു നടപടിക്രമമായിരിക്കും അത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് കുറച്ച് ദിവസമായി ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് തുടങ്ങിയിട്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട കർശനമായ പരിശോധനകൾ ഉണ്ടാകും എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, എന്തായാലും പരിശോധനകളൊക്കെ ഇങ്ങനെ കർശനമായി തുടരട്ടെ. നമ്മുടെ ലഹരിയുടെ എല്ലാ കണ്ണികളും മുറിക്കാൻ നമ്മുടെ പോലീസിന് സാധിക്കട്ടെ. റഹീസ്, നമ്മുടെ ആശാവർക്കർമാരുടെ സമരമേ 35 ദിവസമായല്ലോ റഹീസ്. അപ്പോൾ ഈ നാളെ ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞൊക്കെ ഒരു പ്രക്ഷോഭമുണ്ട്. പക്ഷേ അത് പൊളിക്കാനാണോ ഈ പരിശീലന പരിപാടിയും അതേ ദിവസം തന്നെ വെച്ചത്? സർക്കാരിനെ സംബന്ധിച്ച് വെങ്കി, ആ സമരത്തോടൊരു അനുഭാവപൂർണമായ ഒരു സമീപനമല്ല തുടക്കം മുതൽ അവർ സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഇനി എന്താവശ്യത്തിനായിക്കോട്ടെ, ലോകത്ത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ആവശ്യത്തിന് ഒരു കൂട്ടം സെക്രട്ടേറിയറ്റ് മുമ്പിലൊക്കെ സമരം ചെയ്യുകയാണെങ്കിൽ പോലും അവരെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ ആവശ്യത്തിൽ ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയാണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഏത് സമരമാണെങ്കിലും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ അവരോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ എനിക്ക് തോന്നുന്നു 5ാമത്തെ ദിവസമാണ് മന്ത്രി വീണ ജോർജ് ഇവരെ വിളിച്ചത്. അത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ചർച്ചയൊന്നുമല്ല. മന്ത്രി വിളിക്കുന്നു,
നിങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വിടുന്നു എന്നതാണ് അവർ പറയുന്ന വാക്ക്. അതിനുശേഷം ഇതുവരെ 35ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. കുറേ സ്ത്രീകൾ വെയിലത്ത് മഴയത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ച നടത്തേണ്ടതാണ്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയില്ല. നാളെ അവർ സെക്രട്ടേറിയറ്റിൻ്റെ മുഴുവൻ ഗേറ്റും വളയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥരെയും ഓഫീസിനകത്തേക്ക് കയറ്റി വിടില്ല എന്നാണ് അവർ പറയുന്നത്. അതിനൊപ്പം തന്നെ നാളെ മുതൽ ഏതാണ്ട് ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഉന്നയിച്ച സമാന ആവശ്യം ഉന്നയിച്ച് അംഗനവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം അനിശ്ചിതകാലത്തേക്ക് തുടങ്ങുകയാണ്. അത് INTUC-യുടെ നേതൃത്വത്തിൽ അജയ് തറയിലാണ് ആ സംഘടനയുടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ്. അവരുടെ നേതൃത്വത്തിൽ ആ സമരം കൂടി തുടരുകയാണ്. നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട ആളുകളോട് എന്താണ് ഈ സമരത്തോട് ഇങ്ങനൊരു സമീപനം നിങ്ങൾ എടുക്കുന്നതെന്ന് പലതവണ ആരാഞ്ഞിരുന്നു. അതിൽ നമുക്ക് പൊതുവായി മനസ്സിലാക്കിയ ഒരു സാധനം SUCI നടത്തുന്ന SUCI ലീഡ് ചെയ്യുന്ന ഒരു സമരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ആ സമരം നടത്തിയത് INTUC-യോ മറ്റോ ആണെങ്കിൽ ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചേനെ എന്നൊരു നിലപാടാണ്. SUCI പോലുള്ള ഒരു സംഘടന നടത്തുന്ന സമരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് സർക്കാർ എടുക്കുന്നതായാണ് നമ്മൾ വ്യക്തിപരമായ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ആശാവർക്കർമാർക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ അവർ ചില പഴങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചില പഴങ്ങളൊക്കെ അവരുടെ സമരത്തിന്റെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുമുണ്ട്. ചൂടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ ചൂടിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? 7 ജില്ലകളിൽ താപനില മുന്നറിയിപ്പുണ്ടല്ലോ അല്ലേ? അതെ റോഷ്നി, 7 ജില്ലകളിൽ 38 ഡിഗ്രിക്ക് മുകളിൽ ഇന്ന് ചൂട് പോകും എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ഇച്ചിരി ആശ്വാസമുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടും ഇടുക്കിയുമാണ്. മലയോര ജില്ലകൾ എന്ന നിലയിൽ 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും അവിടെയുള്ള താപനില എന്നാണ് പറയുന്നത്. ബാക്കി ഏറ്റവും കൂടുതൽ കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, തൃശ്ശൂരിൽ, കണ്ണൂരിൽ, പാലക്കാടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് ഉണ്ടാവുക. സ്വാഭാവികമായും വെയിലടിച്ച് സൂര്യാഘാതവും മറ്റും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ജോലിക്കാരുടെ പണിക്കാരുടെ കാര്യത്തിലാണെങ്കിൽ തൊഴിൽ വകുപ്പൊക്കെ സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ സൂര്യാഘാതത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ സൂര്യാഘാതം ഏറ്റു, അവിടെ ഏറ്റു, ഇവിടെ ഏറ്റു എന്നൊക്കെ നിരന്തര വാർത്ത നൽകാറുണ്ട്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായൊരു അനുഭവം ഉണ്ടായ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ CPM-ൻ്റെ കൊല്ലത്ത് സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു ശരീരത്തിൽ പൊള്ളലേറ്റു. പിന്നീട് ഡോക്ടറെ കണ്ടപ്പോഴാണ് അത് സൂര്യാഘാതം ആണ് എന്ന് മനസ്സിലായത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും സൂക്ഷിക്കണം. ചൂട് ഇത്തരത്തിൽ റഹീസ് പറഞ്ഞതുപോലെ തന്നെ സൂര്യാതാപം വരാനുള്ള സാഹചര്യമൊക്കെ സൂക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. ശരി റഹീസ്, അപ്പൊ നമ്മൾ പൂക്കടകളുടെ മുന്നിൽ നിന്ന് തുടങ്ങി ഇപ്പൊ വീണ്ടും നടന്ന് റഹീസ് ഇരുട്ടുള്ള സ്ഥലത്തേക്ക്.